ആകാശവാണി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ജില്ലകളിലൂടെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് എറണാകുളം ജില്ല. കേരളം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ സംസ്ഥാനത്തിന്റെ വാണിജ്യ തലസ്ഥാനവും മെട്രോ നഗരവുമെല്ലാം ഉൾച്ചേരുന്ന എറണാകുളം ജില്ലയിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വ്യവസായം, വ്യാപാരം, വിദ്യാഭ്യാസം എന്നിവയിൽ മുൻപന്തിയിലുള്ള ഈ ജില്ലയിലാണ് അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി നഗരം സ്ഥിതി ചെയ്യുന്നത്. 1958 രൂപീകൃതമായ ഈ ജില്ലയുടെ ആസ്ഥാനം കാക്കനാടാണ്. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന കേന്ദ്രങ്ങൾ, തുറമുഖം, വിമാനത്താവളം എന്നിവ ഈ ജില്ലയുടെ പ്രത്യേകതകളാണ്. ജില്ലയിൽ 14 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. വോട്ടെടുപ്പിന് 14 ദിവസങ്ങൾ ശേഷിക്കെ ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് കളക്ടർ ജി പ്രിയങ്ക വിശദീകരിക്കുന്നു. So we have 4416 presiding officer, 4416 first polling officer and 8832 second and third polling officer. All the orders have been uploaded and the respective institution our download cheyidittu adada institutionally survey cheyanam. We have notified 14 women manned polling station. We have notified 70 model polling station and also 2 person with disability manned polling station. എറണാകുളം, തൃപ്പൂണിത്തുറ, കൊച്ചി, തൃക്കാക്കര, കുന്നത്തുനാട്, പിറവം, മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി, പറവൂർ, വൈപ്പിൻ, കളമശ്ശേരി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതിവേഗം പ്രചാരണ പരിപാടികളിലൂടെ മുന്നേറുകയാണ് 3 മുന്നണികളും. LDF, UDF, NDA മുന്നണികളെ പ്രതിനിധീകരിച്ച് ജില്ലയിലെ 14 മണ്ഡലങ്ങളിലായി 42 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. ഇവരെ കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട്. സിറ്റിംഗ് MLA-മാർ, മുൻ MLA-മാർ, മുൻ MP എന്നിങ്ങനെ പരിചയസമ്പന്നർ മുതൽ സിനിമ, ടെലിവിഷൻ താരങ്ങൾ, വ്യാപാരികൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തെ പുതുമുഖങ്ങളും ഇത്തവണ ജനവിധി തേടുന്നു. ഇത്തവണ എറണാകുളം ജില്ലയിൽ നിന്ന് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നെഹിമ. എറണാകുളം മണ്ഡലത്തിൽ UDF-നു വേണ്ടി നിലവിലെ MLA-യായ TJ വിനോദും LDF-നായി സാബു ജോർജും NDA-ക്കായി PR ശിവശങ്കറുമാണ് സ്ഥാനാർത്ഥികൾ. അങ്കമാലിയിൽ UDF-ന്റെ സിറ്റിംഗ് MLA റോജി M. ജോൺ, LDF-ന്റെ സാജു പോൾ, NDA-യുടെ പ്രോമി കുര്യാക്കോസ് എന്നിവരാണ് പോരാട്ടത്തിനുള്ളത്. ആലുവയിൽ UDF-ന്റെ സിറ്റിംഗ് MLA അൻവർ സാദത്ത്, മുൻ MP കൂടിയായ LDF-ന്റെ അഡ്വക്കേറ്റ് AM ആരിഫ്, NDA-യുടെ MA ബ്രഹ്മരാജ് എന്നിവർ മത്സരിക്കും. കളമശ്ശേരിയിൽ LDF-ലെ വ്യവസായ മന്ത്രിയും സിറ്റിംഗ് MLA-യുമായ P. രാജീവും UDF-ലെ അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂറും NDA-യുടെ MP ബിനുവുമാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. പറവൂരിൽ പ്രതിപക്ഷ നേതാവും സിറ്റിംഗ് MLA-യുമായ VD സതീശൻ UDF-നു വേണ്ടിയും തൃശൂർ കയ്പമംഗലം MLA ET ടൈസൺ മാസ്റ്റർ LDF-നു വേണ്ടിയും വത്സല പ്രസന്നകുമാർ NDA-ക്കു വേണ്ടിയും മാറ്റുരയ്ക്കുന്നു. തൃക്കാക്കരയിൽ UDF-ന്റെ സിറ്റിംഗ് MLA ഉമാ തോമസ്, LDF-ന്റെ അഡ്വക്കേറ്റ് പുഷ്പ ദാസ്, NDA-യുടെ അഖിൽ മാരാർ എന്നിവരാണ് പോരാട്ടത്തിലുള്ളത്. തൃപ്പൂണിത്തുറയിൽ വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണൻ LDF-നു വേണ്ടിയും കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് UDF-നു വേണ്ടിയും സിനിമാ താരം അഞ്ജലി നായർ NDA-ക്കു വേണ്ടിയും ജനവിധി തേടും. മൂവാറ്റുപുഴയിൽ UDF സിറ്റിംഗ് MLA മാത്യു കുഴൽനാടൻ, LDF-ന്റെ N. അരുൺ, NDA-യുടെ സണ്ണി കടൂത്താഴെ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. കൊച്ചിയിൽ LDF-ലെ സിറ്റിംഗ് MLA KJ മാക്സിയും UDF-ലെ മുഹമ്മദ് ഷിയാസും NDA-യിലെ സേവ്യർ ജൂലപ്പനുമാണ് അങ്കത്തട്ടിലുള്ളത്. പിറവത്ത് UDF-ലെ സിറ്റിംഗ് MLA അനൂപ് ജേക്കബ്, LDF-ലെ സാബു K. ജേക്കബ്, NDA-യിലെ ജിബി എബ്രഹാം എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. പെരുമ്പാവൂരിൽ UDF-നു വേണ്ടി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും LDF-ലെ ബേസിൽ പോളും NDA-യുടെ ജിബി പാത്തിക്കലും തമ്മിലാണ് മത്സരം. വൈപ്പിനിൽ UDF-ന്റെ ടോണി ചമ്മണി, LDF-ന്റെ MB ഷൈനി, NDA-യുടെ അനിത തോമസ് എന്നിവർ സ്ഥാനാർത്ഥികളാണ്. കുന്നത്തുനാട് മണ്ഡലത്തിൽ LDF-ന്റെ സിറ്റിംഗ് MLA PV ശ്രീനിജൻ, UDF-ന്റെ മുൻ MLA VP സജീന്ദ്രൻ,
NDAയുടെ ബാബു ദിവാകരൻ എന്നിവർ മത്സരിക്കുന്നു. കോതമംഗലത്ത് LDFിലെ സിറ്റിംഗ് MLA ആന്റണി ജോൺ, UDFിലെ ഷിബു തെക്കുംപുറം, NDAയിലെ അജി നാരായണൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. മുന്നണി സ്ഥാനാർത്ഥികളിൽ 6 പേരാണ് വനിതകൾ. ഇതിലൊരാൾ സിറ്റിംഗ് MLA ആണ്. തൃക്കാക്കരയിൽ UDFിന്റെ സിറ്റിംഗ് MLA ഉമാ തോമസ്, LDFിന്റെ പുഷ്പദാസ്, പറവൂരിൽ NDAയ്ക്കു വേണ്ടി വത്സല പ്രസന്നകുമാർ, തൃപ്പൂണിത്തുറയിൽ NDAയ്ക്കു വേണ്ടി അഞ്ജലി നായർ, വൈപ്പിനിൽ LDFിന്റെ MB ഷൈനി, NDAയുടെ അനിത തോമസ് എന്നിവരാണ് വനിതാ സ്ഥാനാർത്ഥികൾ. എറണാകുളം ജില്ലയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയവും ഇന്ന് അവസാനിച്ചപ്പോൾ മത്സരചിത്രം കൂടുതൽ വ്യക്തമായി. മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നെഹിമ തുടരുന്നു. തിരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ജില്ലയിൽ ആകെ 93 പത്രികകൾ സ്വീകരിച്ചു. പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ ആകെ 120 സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 27 തള്ളിപ്പോകുകയായിരുന്നു. ഇന്ന് വൈകിട്ട് പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി കഴിയുന്നതോടെ എത്ര പേർ അങ്കത്തട്ടിൽ ഉണ്ടെന്ന് വ്യക്തമാകും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുള്ളത് കളമശ്ശേരി, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലാണ്. 10 പേർ വീതമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലുവ, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിലുമാണുള്ളത്. 4 പേർ വീതം. മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ പ്രകാരമാണ്: പെരുമ്പാവൂർ 6, അങ്കമാലി 8, ആലുവ 4, കളമശ്ശേരി 10, പറവൂർ 7, വൈപ്പിൻ 7, കൊച്ചി 5, തൃപ്പൂണിത്തുറ 10, എറണാകുളം 6, തൃക്കാക്കര 5, കുന്നത്തുനാട് 6, പിറവം 7, മൂവാറ്റുപുഴ 4, കോതമംഗലം 8. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി തീർന്നതിനു ശേഷമുള്ള കണക്കുപ്രകാരം എറണാകുളം ജില്ലയിൽ ആകെ 25,03,842 വോട്ടർമാരാണ് ഉള്ളത്. വോട്ടർമാരുടെ എണ്ണത്തിൽ സ്ത്രീകളാണ് മുന്നിൽ. തിരഞ്ഞെടുപ്പ് വിഭാഗത്തിൽ സ്വീപ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഫലമായി വോട്ടർമാരുടെ സംഖ്യ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. So as per that electoral roll, the final number of voters in Ernakulam will be 25,03,842. So നമ്മുടെ final roll ഉണ്ടായിരുന്നത് 23 lakh ആയിട്ടുള്ളത്. It has seen significant increase because of increased awareness and നല്ല sweep activities യുടെ ഭാഗമായിട്ട് the number have increased to 25,03,842, out of which 12,18,707 are male, 12,85,108 are female, and 27 are in transgender category. വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങളോടൊപ്പം ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും ജില്ലയിൽ തുടരുകയാണ്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഇത്തവണ 33,406 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. 4,416 പ്രിസൈഡിംഗ് ഓഫീസർമാർ, 4,416 ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, 8,832 സെക്കൻഡ്, തേർഡ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം. ഇവർക്കുള്ള പരിശീലനം മാർച്ച് 28 വരെ വിവിധ മണ്ഡലങ്ങളിൽ തുടരും. എറണാകുളം ജില്ലയിൽ ഇത്തവണ 3,148 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. എല്ലാ ബൂത്തുകളിലും കുടിവെള്ളം, ശൌചാലയം, വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കും. പോളിംഗ് ബൂത്തുകളിലെ ക്രമീകരണങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രതിനിധി നെഹിമ തുടരുന്നു. ജില്ലയിലാകെ 3,148 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ഇവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകൾ നിയന്ത്രിക്കുന്ന 14 ബൂത്തുകളും 70 മോഡൽ പോളിംഗ് സ്റ്റേഷനുകളും ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന 2 ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് നിരീക്ഷണ ഉദ്യോഗസ്ഥരെ കാണാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ എറണാകുളം ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് താമസം. രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും രാവിലെ 10 മുതൽ 11 വരെ അവരുമായി കൂടിക്കാഴ്ച നടത്താം. നിരീക്ഷകരുടെ ഫോൺ നമ്പറുകൾ പൊതുജനങ്ങൾക്കായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സി വിജിൽ ആപ്പ്, ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ് തുടങ്ങിയവയും സജ്ജമാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്താനുള്ള സി വിജിൽ ആപ്പ് വഴി ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ലഭിച്ച 1,310 പരാതികളും പരിഹരിച്ചു. പരാതികൾ പരിഹരിക്കാൻ ശരാശരി 9 മിനിറ്റ് 34 സെക്കൻഡ് മാത്രമാണ് എടുത്തത്. ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ 7,614 പ്രചരണ ബോർഡുകളാണ് നീക്കം ചെയ്തത്. നിഷ്പക്ഷവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി രൂപീകരിച്ച ജില്ലാതല ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ് വിവിധ ഭാഗങ്ങളിൽ പരിശോധനയും നടത്തി വരുന്നു.
പൊതുജനങ്ങൾക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പരാതികളും അറിയിക്കാനായി ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗം 0484 299 1186 എന്ന ഹെൽപ്പ് ലൈനും ആരംഭിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ അനുവദിക്കുന്നതിനുള്ള ഒന്നാം ഘട്ട റാൻഡമൈസേഷൻ പ്രക്രിയ പൂർത്തിയായി. ആദ്യഘട്ട പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കിയ ബാലറ്റ് യൂണിറ്റുകൾ, കൺട്രോൾ യൂണിറ്റുകൾ, വിവിപാറ്റുകൾ എന്നിവയാണ് റാൻഡമൈസേഷനിലൂടെ മണ്ഡലം അടിസ്ഥാനത്തിൽ തരം തിരിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ EVM മാനേജ്മെന്റ് സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ മുഖേന തികച്ചും സുതാര്യമായ രീതിയിലാണ് മെഷീനുകൾ നിശ്ചയിച്ചത്. അംഗീകൃത ദേശീയ, സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. റാൻഡമൈസേഷൻ പൂർത്തിയായതോടെ ഓരോ മണ്ഡലത്തിലേക്കും അനുവദിച്ച മെഷീനുകളുടെ കൃത്യമായ പട്ടിക രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് കൈമാറുകയും ചെയ്തു. ഇത്തരത്തിൽ അനുവദിക്കപ്പെട്ട യന്ത്രങ്ങൾ അതത് മണ്ഡലങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാർ ഏറ്റുവാങ്ങും. തുടർന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവ നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി അതീവ സുരക്ഷയിൽ സൂക്ഷിക്കും. തുടർഭരണം ലക്ഷ്യമിട്ട് LDFും കൂടുതൽ മണ്ഡലങ്ങൾ തിരികെ പിടിക്കാൻ UDFും ഭരണമാറ്റം ലക്ഷ്യമിട്ട് NDAയും 16ാം നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇത്തവണ ജനവിധി ആർക്കൊപ്പം എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ സമാപിക്കുന്നു. ഏകോപനം ലെമി G. നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ.